തുമണികളെ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖം തന്നെ. ഒരട്ടെ പത്തലങ്ങനെ പോകുന്നു. ഇന്നലെ 2 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കമൻ്റ് എല്ലാം മറുപടിയാണ്. ഒരു കമൻറ്റിന് ഇന്ന് പറയാം, ഒരു കമൻറ്റിന് കുറച്ച് വലിയ കമൻറ്റാണ്, അത് നാളെ പറയാം. അപ്പോൾ ചെറിയ കമൻറ്റിനെല്ലാം മറുപടി ഇന്ന് പറയാം. ചോദ്യം ആണ് എന്നോട്, കാരണം നെജില നിങ്ങളുടെ ആരാണ് എന്നാണ് ചോദ്യം. നെജില എൻ്റെ ആരുമല്ല. അതുകൊണ്ടാണ് ഞാൻ നെജിലാനെ കുറ്റം പറയാൻ പോകാത്തതും. എൻ്റെ ആരെങ്കിലുമാണ്, എന്നോട് ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ നെജില എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരവസരം ഉണ്ടെങ്കിൽ മാത്രം പോരെ ഞാൻ നെജിലാനെ കുറ്റം പറയാൻ നിൽക്കുക. ഓരോ വ്യക്തികൾക്കും ഓരോരോ വ്യക്തിത്വമുണ്ട്. നമ്മൾ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപണ്ണനുണ്ടല്ലോ, ട്രംപണ്ണൻ തന്നെ രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്കൊന്ന് പറയും, വൈകുന്നേരത്തൊന്ന് പറയും, നേരം വെളുക്കുന്നതിൻ്റെ മുമ്പ് 3 അഭിപ്രായം പറയും. അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്ന ഒരു രാജ്യത്തിൻ്റെ നേതാവ് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണും, വാർത്തകളിലേ പറയുന്നുണ്ട്. ഒരു വിശ്വാസവും ഒരു മനുഷ്യനിക്കില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണോ, അതോ പണത്തിൻ്റെ കുറവ് കൊണ്ടാണോ, അറിവില്ലായ്മ കൊണ്ടാണോ, 4-5 കെട്ടിയത് കൊണ്ടാണോ? ഒന്നുമല്ല. അപ്പോൾ അതെന്താണ്? ഓരോരോ മനുഷ്യൻ്റെ മാനസികാവസ്ഥ. അയാൾക്ക് അങ്ങനെ തോന്നുന്നു, അയാൾ അങ്ങനെ ചെയ്യുന്നു, ഇവൾക്ക് ഇങ്ങനെ തോന്നുന്നു, ഇവളിങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇനിയിപ്പോൾ നെജിലാന് ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞു. എനിക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? അവൾ ചെയ്ത പാവങ്ങളും കൂടി എൻ്റെ മണ്ടയിൽ ഞാൻ കയറ്റി വയ്ക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ലാഭമില്ല. നഷ്ടം മാത്രമാണ് നിൽക്കുന്നത്. ദുനിയാവെന്നല്ല നാളെ മായസറയെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ആരോ എന്തോ ചെയ്തോട്ടെ, എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ വീഡിയോ ചെയ്യുന്നത്? ഞാൻ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നില്ല, കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യണില്ല, സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഞാൻ വീഡിയോ ചെയ്യണില്ല, സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. കാരണം ഞാൻ നെജിലാക്ക് 10 രൂപ കൊടുക്കുകയെ, നെജില എനിക്ക് 10 രൂപ തരികയെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നെജിലാൻ്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. 3 പൊടി മക്കൾ, ഐറ്റങ്ങളെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി നെജില നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കേണ്ട ഒരുപാട് മക്കളെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, സഹോദരന്മാരെ കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ബന്ധമാണ് നെജില. ആ നെജിലാനെ ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. കുറേ നാൾ മുമ്പ്, 1.5 വർഷം മുമ്പേ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, പറ്റിയിട്ടില്ല അന്നൊന്നും. ഇനിയിപ്പോൾ തൽക്കാലം ഇപ്പോൾ പോകാൻ ശ്രമിക്കണില്ല. കാരണം എന്താ വെച്ചാൽ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്, പോകണം. പക്ഷേ അവളെ മാനസികാവസ്ഥ ശരിയാവണം. എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയണത്. അവൾക്ക് ശരിയായ ചികിത്സയുടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ അന്നും ഇന്നും പറയുന്നു, ഇനി എന്നും അത് പറയും. ഇനിയിപ്പോൾ അവൾ കട്ടിലിൻ്റെ അടിക്ക് ആളെ വിളിച്ച് കയറ്റിയാലും ശരി, വീട്ടിൻ്റെ അകത്തേക്ക് ആളെ വിളിച്ച് കയറ്റി എന്ന് പറഞ്ഞാലും മതി, ഒരുപാട് ജനങ്ങൾ എടുത്ത് അവളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നവർക്കെല്ലാം അവരവരുടേതായ അഭിപ്രായങ്ങളും ഉണ്ട്. കാരണം ആരും ചെയ്യാതിരിക്കുന്നില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാം അവരവരുടെ മാനസികാവസ്ഥ വെച്ചിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. അതേമാതിരി ഞാൻ എൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതാണ് ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും. എനിക്കിപ്പോൾ അവളെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറുള്ളത് പറഞ്ഞിട്ടോ എനിക്കത് പറയാൻ തന്നെ പറ്റില്ല. പറഞ്ഞിട്ടോ എനിക്കൊന്നും നേടാനില്ല. പക്ഷെ കണ്ടൻ്റ് അല്ലേ നിങ്ങൾക്കൊന്ന് ചോദിച്ചാൽ അതെ, കണ്ടത് തന്നെയാണ്, ഞാനും കണ്ടത് തന്നെയാണ് പറയുന്നതും. പക്ഷേ എൻ്റെ ആരാ എന്ന് ചോദിക്കേണ്ട ആരും. എനിക്ക് ഈ കമൻറ്റ് ചോദിച്ച ആൾ ആരാണ് എനിക്കെങ്കിൽ അത്ര തന്നെയാണ് അവളും. പക്ഷെ അവളോട് കുറച്ച് മുമ്പ് തൊട്ടേ ഉള്ളൊരു ഫോൺ വിളിച്ചും സംസാരിച്ചുമുള്ള ബന്ധങ്ങളുണ്ട്. സങ്കടം പറഞ്ഞും സന്തോഷം പറഞ്ഞും, റബ്ബർ പാലെടുക്കുന്ന മലയിൽ റബ്ബർ പാലെടുക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ട് എന്നെ വിളിക്കും, എന്നിട്ട് വീഡിയോ കോളിൽ കാണിച്ചു തരും, ഇതാ ഈ മലയിൽ നിന്നാണ് ഞാൻ റബ്ബർ പാലെടുത്ത് വരുന്നത് എന്ന് പറയും. അതൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ന് കാലം മാറി, ഇന്നിങ്ങനെയായി. നമുക്കെന്ത് മക്കളെ, നമുക്കെന്ത്? പിന്നെ എന്നെ എന്തെങ്കിലും അവൾ വിളിച്ച് പറയുകയെ എൻ്റെ കുടുംബത്തിനെ പറയുകയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവളോട് സ്വാഭാവികമായിട്ടൊരു വൈരാഗ്യം വരാം.
എന്നെ അവളൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവളെയും പറഞ്ഞിട്ടില്ല. ഇനി അവളെപ്പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് മാന്യമായേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ എന്നോട് വന്നിട്ട് ആരാ എന്ന് ചോദിക്കേണ്ട. എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു നെജില, അതുതന്നെയാണ് എനിക്ക്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, വിളിക്കലുണ്ട്, സംസാരിക്കലുണ്ട്, അത് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. വിളിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും, അത് ഇനിയും തുടരും ചെയ്യും. കാരണം എനിക്കായിട്ട് എന്നെ ആയിട്ടൊരു തെറി പറയാതെയോ അല്ലെങ്കിൽ അനാവശ്യമായൊരു വാക്ക് എന്നെ അവൾ പറയാത്തോടത്തോളം കാലം ഞാൻ എന്തിന് അവളെ കുറ്റം പറയാൻ നിൽക്കണം? നമ്മളെന്തേലും പറയുമ്പോഴല്ലേ നമ്മൾ പറയുള്ളൂ. നമ്മളെ പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പറയണേ? എന്നെ പറഞ്ഞതിന് തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞല്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞ് വാക്കുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് നമ്മളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കിന് നമ്മൾ മറുപടി പറഞ്ഞ് അവർക്കെതിരെ വീഡിയോ ചെയ്യാൻ നിന്നാൽ അതിന് കണ്ടൻറ്റുകളായിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെ, കേസും കൂട്ടവും പുലിവാലും, അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഇങ്ങോട്ട് പോകാം. പിന്നെ ചിലവർക്ക് അതെല്ലാം മനഃശക്തി ഉണ്ട്, എത്ര കേസ് കൊടുത്താലും ആ കേസിനൊക്കെ നടക്കുക. പക്ഷെ എനിക്കതിനൊന്നും നേരല്ല, വയ്യ. കാരണം നമ്മളെ കുടുംബത്തിൽ എൻ്റെ കാക്കു ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ കൂലിപ്പണി എടുത്ത് ജീവിച്ച് കിട്ടുന്നതല്ല, നമ്മളെന്തിനാ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ടും കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അപ്പോൾ ഇത്രയാണ് നെജിലാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നെജിൽ ഞാനായിട്ടുള്ള ബന്ധമാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ചോദിച്ച ആളോടാണ് മറുപടി, എന്നോട് ചോദിച്ച ആളോടാണ് മറുപടി. ആ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നെജിലായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമല്ല. ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു മോള് എങ്ങനെയൊക്കെയുള്ളൊരു, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം എനിക്ക് അനിയത്തിമാരുണ്ട്, 3 എണ്ണമുണ്ട്. ആ 3 എണ്ണത്തിൽ അതിൻ്റെയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയാണല്ലോ ഒരു പെൺകുട്ടികളെ. കാരണം നമ്മളോട് നല്ല നിലയ്ക്ക് സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ അവരെന്തോ ചെയ്തോട്ടെ, അത് അവരും പടച്ചവനായിക്കോട്ടെ, എനിക്കതിൽ ബാധകമല്ലല്ലോ. എന്നോട് പടച്ച റബ്ബ് ചോദിക്കില്ലല്ലോ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന്, എന്നോട് റബ്ബ് ചോദിക്കില്ല. പിന്നെ ഇപ്പം ഞാൻ എന്തിനത് പറയാൻ നിൽക്കുന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് അനിയത്തിമാരുണ്ട്, കൂടപ്പുറപ്പുകളായിട്ട് ഈ പറയുന്ന മാതിരി കുറേ എണ്ണമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ മക്കൾക്ക് തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത കോലത്തിലാണ്. അത്രയ്ക്ക് മക്കളുണ്ട്, സഹോദരന്മാർ സഹോദരിമാർ, അങ്ങനെയുള്ളൂ, അല്ലാത്തൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല വാക്കുകൾ എന്നെ വിളിക്കും, എന്നോട് സംസാരിക്കും ചെയ്യണേ എല്ലാവർക്കും ഞാൻ അതേ പറയുള്ളൂ, അതേ പറഞ്ഞിട്ടുള്ളൂ, ഇനിമേലും അതേ പറയുള്ളൂ. അപ്പോൾ നിർത്തട്ടെ. ചോദിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ ആരാണ് നെജില എന്നുള്ളത്, ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.